താൽക്കാലിക സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും ആയുസ് കളയുന്ന മനുഷ്യർ യഥാർത്ഥമായതിനെ അറിയുവാൻ അവർക്കൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കണം. ദൈവം അതിന് തരുന്ന ആലോചന നമുക്ക് ഒരുമിച്ച് നോക്കാം. ലോകത്തിൽ രണ്ട് കൂട്ടം മനുഷ്യരാകുന്നു ഉള്ളത് എന്ന് നാം അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ എപ്പോഴും മനസ്സിലാകും. ഭാഗ്യവാന്മാരും നിർഭാഗ്യവാന്മാരുമെന്ന് ഒരു കൂട്ടർ പറയുന്നു. സന്തോഷമുള്ളവരും സന്തോഷം ഇല്ലാത്തവരുമെന്ന് വേറെ ചിലർ പറയുന്നു. ഇതൊക്കെ നമ്മുടെ മനോഭാവവും പ്രവൃത്തികളും അനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ മൊത്തം നിഷേധിക്കുവാൻ കഴിയുമോ? അതെങ്ങനെ സാധ്യമാകും എന്നാണ് പലരും ചോദിക്കുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ നാം അതിനുള്ള ഉത്തരം കാണുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സങ്കീർത്തന പുസ്തകത്തിൻ്റെ മുഖവരയായി ചില കാര്യങ്ങൾ ചിന്തിച്ചതായിരുന്നല്ലോ. വളരെ അർത്ഥമേറിയ അനുഭവ സമ്പത്തുള്ള ഒരു പഠനമാകുന്നു സങ്കീർത്തന പുസ്തകത്തിൻ്റെ പഠനം. ഇന്ന് നമുക്ക് 1-ാം സങ്കീർത്തനം ഒരുമിച്ച് ചിന്തിക്കാം. ഇവിടെ ദുഷ്ടനായ ഒരുവൻ എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ഭാഗ്യവാനായ ഒരുവനെ വരച്ചു കാട്ടുന്നു. ഭാഗ്യം എന്നതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഭാഗ്യക്കുറിയല്ല. ബൈബിളിൽ അർത്ഥമാക്കുന്നത് സാഹചര്യങ്ങൾക്കെടുത്തു കളയുവാൻ കഴിയാത്ത ഒരു സന്തോഷം ആരിലുണ്ടോ അങ്ങനെയുള്ളവരാകുന്നു ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ എന്നത്രേ. രോഗം വന്നാലും നഷ്ടം വന്നാലും തോൽവി വന്നാലും പതറിപ്പോകാത്ത ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് ദാവീദ് വാസ്തവത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതം ഉറപ്പുള്ളതായിരിക്കും, ഫലമുള്ളതായിരിക്കും, മരണത്തിലും മായാത്ത ഗുണങ്ങളുള്ളതായിരിക്കും, ഐശ്വര്യമുള്ളതായിരിക്കും. അതുതന്നെ ദാവീദ് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 1-ാം സങ്കീർത്തനം. വളരെ പ്രാർത്ഥനയോടെ ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. എടുത്താട്ടെ 1-ാം സങ്കീർത്തനം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സങ്കീർത്തന പുസ്തകം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നുവല്ലോ. അതിൻ്റെ മുഖവുര നാം ചിന്തിച്ചു. ഇന്ന് നമുക്ക് 1-ാം സങ്കീർത്തനം പഠിക്കുവാൻ ആരംഭിക്കാം. 2 ആളുകൾ, 2 വഴികൾ, 2 ലക്ഷ്യപ്രാപ്തി. സങ്കീർത്തനത്തിലെ ഉൽപ്പത്തി ഭാഗം ആരംഭിക്കുന്നത് ഈ കീർത്തനത്തോടു കൂടിയാണ്. ഭൗതിക പ്രപഞ്ചത്തിന് പകരം മനുഷ്യനോട് കൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ, അതെ 1-ാം സങ്കീർത്തനത്തിൽ ഭാഗ്യവാനായ മനുഷ്യനെക്കുറിച്ച്, അതായത് സന്തുഷ്ടനായ അനുഗ്രഹീതനായ മനുഷ്യനെക്കുറിച്ച് പറയുന്നു. ഭാഗ്യവാനായ മനുഷ്യനും ദുഷ്ടൻ അഥവാ അഭക്തനായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ അതാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. അഭക്തരായ പാപികളുടെയും ദോഷികളുടെയും മധ്യേ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിൻ്റെ ചിത്രവും ഇവിടെ ലഭിക്കുന്നു. കർത്താവിനെ നാം ചിലപ്പോൾ ദുഃഖവും വേദനയും അനുഭവിക്കുന്ന മനുഷ്യനായിട്ടാണ് ചിന്തിക്കുന്നത്. ഏതോ കാരണത്താൽ ക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടിട്ടുള്ളതിൽ അധികവും ഒരു ദുഃഖമനുഭവിക്കുന്ന വ്യക്തിയായിട്ടാണ് വെളിപ്പെടുത്തുന്നത്, ഇല്ലേ? എങ്ങും ചിരിച്ചുകൊണ്ട് കാണാറില്ല. അതെ, ദുഃഖം സഹിക്കുന്ന വ്യക്തിയായി യെശയ്യാവ് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെ. എന്നാൽ മുമ്പോട്ട് വായിക്കുമ്പോൾ ക്രിസ്തുവിന് തൻ്റെതായ വേദനകളോ ദുഃഖങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നമ്മുടെ വേദനകളാണ്, തൻ്റെതായ വേദനകളല്ല അവൻ ചുമന്നത്, നമ്മുടെ വേദനകളാണ്. ക്രിസ്തു സന്തുഷ്ടനായ സന്തോഷവാനായ വ്യക്തിയായിരുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ 1-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ഭാഗ്യവാനായ മനുഷ്യൻ്റെ പരിചയത്തെക്കുറിച്ചാണ് ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം കാണുന്നത്. നമുക്കൊക്കെ മനപ്പാഠം അറിയാവുന്ന ഈ സങ്കീർത്തനം ഒന്ന് പഠിക്കുവാനായിട്ട് സമയമെടുക്കാം. 1ഉം 2ഉം വാക്യങ്ങൾ: ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ വാക്യത്തിൽ
ഭാഗ്യവാനായ മനുഷ്യൻ്റെ ആ വർത്തനാ രീതി എങ്ങനെയായിരിക്കുമെന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൽ അല്പം കൂടി മുമ്പോട്ട് പഠിക്കുമ്പോൾ ഭാഗ്യവാനായ മനുഷ്യൻ്റെ ശക്തിയെക്കുറിച്ചും അവസാനം അവൻ്റെ സ്ഥിരതയെക്കുറിച്ചും നാം കാണുന്നത് അത്രേ. 1-ാമത്തെ വാക്യത്തിൽ ഭാഗ്യവാനായ മനുഷ്യൻ എന്തൊക്കെ തൻ്റെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗ്യവാൻ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. 3 സ്ഥാനങ്ങൾ അഥവാ നിലപാട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവനാണ് ഭാഗ്യവാൻ അഥവാ സന്തോഷവാനായ മനുഷ്യൻ. പാപികളുടെ വഴിയിൽ നിൽക്കാത്തവനാണ് ഈ അനുഗ്രഹീതനായ മനുഷ്യൻ. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവനാണ് ഈ ഭാഗ്യവാൻ. ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഭാഗ്യവാനല്ല, സന്തോഷവാനല്ല, അനുഗ്രഹീതനല്ല. 3 ഘട്ടങ്ങളിൽ കൂടി അവൻ കടന്നു പോകുന്നു. 1-ാമത് അവൻ ദുഷ്ടന്മാരുമായി കൂട്ടുകൂടുന്നു. തുടർന്ന് അവൻ പാപികളുമായി ബന്ധപ്പെടുന്നു. അവസാനം അവൻ പരിഹാസികളുമായി യോജിക്കുന്നു. ഇത് തീർച്ചയായും പിന്മാറ്റമാകുന്നു. അതെ, അധഃപതനം, മോശമായി തീരുന്ന അവസ്ഥ. ഭാഗ്യവാനായ മനുഷ്യൻ ദുഷ്ടന്മാരുടെ അഥവാ അഭക്തരായ ആളുകളുടെ ആലോചന പ്രകാരം നടക്കുകയില്ല. ആലോചന എന്നാൽ ഉപദേശം എന്നർത്ഥം. അവൻ ദുഷ്ടന് ചെവി കൊടുക്കുന്നില്ല, ദുഷ്ടനെ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശു പോലും തൻ്റെ ബുദ്ധിയുടെ ആലോചന പ്രകാരമോ തൻ്റെ ഇഷ്ടാനുസരണമോ യാതൊരു തീരുമാനവും എടുത്തിരുന്നില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു ചെയ്തതൊക്കെയും ദൈവ ഇഷ്ടം എന്താകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവൻ ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞിട്ടില്ല, സ്നേഹിതരെ, വീണ്ടും നാം ഗലീലയിലേക്ക് പോവുകയാണ്. ഇതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. എൻ്റെ വീക്ഷണത്തിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ കാര്യം ഇതാകുന്നു എന്ന് ഞാൻ കരുതുന്നു. ഈ വിധത്തിലല്ല അവൻ തൻ്റെ ശിഷ്യന്മാരെ സമീപിച്ചിരുന്നത്. നേരെ മറിച്ച് യേശു എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, കാരണം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അതാകുന്നു. യേശു തൻ്റെ പിതാവുമായി അധിക സമയം ചെലവഴിച്ചിരുന്നു. ദൈവഹിതം അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ അവൻ എപ്പോഴും ഒരുക്കമായിരുന്നു. പ്രിയ സുഹൃത്തെ, ആലോചന കേൾക്കുക എന്നത് ഒരു കാര്യം. നല്ല ആലോചന അഭിലഷണീയവുമത്രേ. എന്നാൽ ഒരിക്കലും ദുഷ്ടന്മാരുടെ, അഭക്തരായ മനുഷ്യരുടെ ആലോചനയ്ക്കനുസരിച്ച് നാം തീരുമാനങ്ങൾ കൈക്കൊള്ളരുത്. നാം വിശ്വാസത്തിൽ നടക്കേണ്ടതാകും. ദുഷ്ടന്മാരുടെ ആലോചന അനുസരിച്ച് നാം മുൻപോട്ട് പോയാൽ വിശ്വാസത്താലുള്ള നടപ്പല്ലത്. ആരാണ് ഈ അഭക്തർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദുഷ്ടന്മാർ? ദൈവത്തെ മാറ്റി നിർത്തുന്ന ആളുകളാണ് ദുഷ്ടന്മാർ അഥവാ അഭക്തർ. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല, ദൈവം ഇല്ല എന്ന വിചാരത്തിലാണ് അവർ ജീവിതം നയിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും അതുപോലെയുള്ള അനേകം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നിരിക്കാം. ഇങ്ങനെയുള്ളവർ കാലത്തെ എഴുന്നേൽക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുകയില്ല, തങ്ങൾ ഭക്ഷിക്കുന്ന ആഹാരത്തിനോ തങ്ങളുടെ ജീവിതത്തിനോ ആരോഗ്യത്തിനോ അവർ ദൈവത്തിന് നന്ദി കരയറ്റുകയില്ല. അവർ വെറുതെ അങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രം. അവർ ദുഷ്ടന്മാരും അഭക്തരുമാണ്. അവർ ദൈവത്തെ തങ്ങളുടെ ജീവിത പരിപാടികളിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയത്ര ചെയ്യുന്നത്. ദുഷ്ടന്മാർ അവന് ആലോചന പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ നാം അവനെ പാപികളുടെ വഴിയിലാണ് കണ്ടുമുട്ടുന്നത്. പാപിയാണ് അവനെ അവിടെ കൊണ്ടിയില്ലുന്നത്. പാപമെന്നാൽ ലക്ഷ്യം തെറ്റുക എന്നും അർത്ഥമുണ്ട്. തങ്ങൾ ജീവിക്കേണ്ടതുപോലെ അവർ ജീവിക്കുന്നില്ല. അവരെക്കുറിച്ച് ദൈവവചനത്തിൽ പല ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 14:12 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. വീണ്ടും സദൃശവാക്യങ്ങൾ 16:2 നാം വായിക്കുന്നത്, മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. തനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഒരു പാപിയായ മനുഷ്യന് തോന്നും. എന്നാൽ അവൻ ഒരു പാപിയാണ്. ദൈവവചനം ഇപ്രകാരം പറയുന്നു, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. യെശയ്യാപ്രവചനം 55:7. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തിയെന്ന് കർത്താവിനെക്കുറിച്ച് പറയുന്നു. പിതാവായ ദൈവം
നമ്മുടെ പാപങ്ങളുടെ ഭാരമെല്ലാം യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. നാം പാപികളാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ ചിത്രം. പാപികളുടെ വഴിയിൽ നിൽക്കുന്നതിന് ശേഷം അടുത്ത പടി പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണ്. പരിഹാസികൾ നിരീശ്വരന്മാരാണ്. ഇപ്പോൾ പാപി യുവാവിനെ കൊണ്ടുപോയി ഇരുത്തുന്നു. എവിടെയാണ് അവൻ ഇരിക്കുന്നത് എന്ന് നോക്കുക. അതാണ് അവൻ്റെ മൂന്നാമത്തെ പടി. അവന് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു. പരിഹാസികൾ ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളാണ്. അവൻ ദൈവത്തെ ത്യജിക്കുക മാത്രമല്ല, ദൈവത്തോട് ശത്രുതയും എതിർപ്പും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് എല്ലായിടത്തും ഇത് നാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പരിഹാസികൾ ദൈവത്തോട് മത്സരത്തിലും ശത്രുതയിലുമാണ്. വേദപുസ്തകം വായിച്ച് കേൾക്കുന്നത് അവർക്കിഷ്ടമല്ല. അവർ ദൈവവചനത്തെ ത്യജിക്കുന്നു. ദൈവത്തെ ത്യജിക്കുന്നതിൽ പരം അധപ്പതിച്ച മറ്റൊരു കാര്യവുമില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ മനോഭാവം എന്താകുന്നു നിങ്ങൾക്ക് കേൾക്കണമോ? അത് പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. സദൃശവാക്യങ്ങൾ 3:34. ദൈവം പരിഹാസികളോട് എതിർത്ത് നിൽക്കുന്നു, ദൈവവും അവരെ പരിഹസിക്കുന്നു. വളരെ ഭീകരമായ ഒരു ചിത്രമാണ് ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. ദുഷ്ടൻ ദൈവത്തിൻ്റെ സ്വാധീനതയില്ലാത്ത മനുഷ്യനാണെങ്കിൽ പാപി ദുഷ്ടതയോട് തൻ്റെ പാപം കൂട്ടിച്ചേർക്കുന്നവനാകുന്നു. പരിഹാസി വിശുദ്ധമായ സകലത്തെയും പരിഹസിക്കുന്നവനാകുന്നു. ദുഷ്ടൻ നടക്കുന്നു, പാപി നിൽക്കുന്നു, പരിഹാസി ഇരിക്കുന്നു. ദുഷ്ടന് തൻ്റെ ആലോചനയുണ്ട്, പാപിക്ക് തൻ്റേതായ വഴിയുണ്ട്, പരിഹാസിക്ക് തൻ്റേതായ ഇരിപ്പിടവുമുണ്ട്. ദുഷ്ടൻ്റെ ആലോചനപ്രകാരം നടക്കുന്നവൻ താമസിയാതെ പാപിയുടെ വഴിയിൽ നിൽക്കും, തുടർന്ന് പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ അവൻ ഇരിക്കും. ഭാഗ്യവാനായ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന നിഷേധാത്മകമായ കാര്യമാണ് ഇവിടെ നാം ചിന്തിച്ചത്. അടുത്ത വാക്യത്തിൽ ഭാഗ്യവാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നാം നോക്കുവാൻ പോകുകയാണ്. 2-ാം വാക്യത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ, അവനാണ് ഭാഗ്യവാൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയപ്പോൾ ആ മനുഷ്യൻ തൻ്റെ ജീവിതമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി. അവൻ നല്ല വൃത്തിയുള്ളവനായി എന്നത്രേ ഞാൻ കരുതുന്നത്. തനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നവൻ ചിന്തിച്ചു. എന്നാൽ അപ്പോഴും അവൻ ആ അശുദ്ധാത്മാവിൻ്റെ വകയായിരുന്നു. അശുദ്ധാത്മാവ് ചുറ്റിക്കറങ്ങി അവൻ ക്ഷീണിച്ചപ്പോൾ മടങ്ങി വന്നപ്പോൾ ചില കൂട്ടുകാരെയും കൊണ്ടാണ് അശുദ്ധാത്മാവ് വന്നത്. അവനേക്കാൾ ദുഷ്ടന്മാരായി 7 അശുദ്ധാത്മാക്കളെ കൂടെ കൊണ്ടുവന്നു എന്നത്ര പറഞ്ഞിരിക്കുന്നത്. ആ മനുഷ്യൻ്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീർന്നു എന്നത്ര പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ ജീവിതത്തിൽ ചില അടുക്കും ചിട്ടയും ശുചീകരണവുമൊക്കെ നടത്തിയാൽ മാത്രം മതി എന്ന് അനേകം ആളുകൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, യഹോവയുടെ ന്യായപ്രമാണത്തിലാണ് അവൻ്റെ സന്തോഷം അഥവാ പ്രമോദം. ദൈവമനുഷ്യൻ്റെ പ്രമോദം യഹോവയുടെ ന്യായപ്രമാണത്തിലാകുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവൻ ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്തുന്നു. തിരുവചനം സന്തോഷം ഉളവാക്കുന്നൊരു പുസ്തകമാണ്. ഇത് ഒരു ഭാരമല്ല, ഇത് വിരസമായ ഒന്നല്ല. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ആനന്ദം ഉളവാക്കുന്ന സംഗതിയത്രേ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ പ്രമോദിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാകുന്നു. ദൈവവചനത്തെ വിട്ടുകളഞ്ഞതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ലോകത്ത് ഇന്ന് നാം കാണുന്നത്. എല്ലാവിധ പ്രശ്നങ്ങളും, കണ്ണുനീര്, നെടുവീർപ്പ്, ഞരക്കം, ഹൃദയവേദന, തകർന്ന കുടുംബങ്ങൾ, തകർന്ന സമൂഹങ്ങൾ, രാഷ്ട്രങ്ങൾ. ദൈവവചനം ഈ കാര്യമെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്ന് യേശു കർത്താവ് പറഞ്ഞു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക.
അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. വിശ്വാസികളോടുള്ള ദൈവത്തിൻ്റെ ഇന്നത്തെ കൽപ്പന 10 കൽപ്പനകൾ മാത്രമല്ല, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൽപ്പനകൾ ലംഘിച്ച് ഇഷ്ടം പോലെ ജീവിക്കാമെന്നാകുന്നു എന്ന ചിന്ത ദൈവവചനത്തിന് വിപരീതമാണ്. നാം നിയമനിഷേധികൾ ആയിരിക്കാൻ പാടില്ല. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ എന്ന് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും എന്തും ഇഷ്ടം പോലെ ചെയ്യുന്നതിനുള്ള അനുവാദമല്ല. രക്ഷിക്കപ്പെടുവാൻ നാം 10 കൽപ്പനകൾ പാലിക്കുന്നില്ല എന്നത് ശരി തന്നെ. എന്നാൽ അതിൻ്റെ അർത്ഥം നാം അവ ലംഘിക്കണമെന്നല്ല. ദൈവത്തിൻ്റെ നിയമത്തിനൊത്ത് നമുക്ക് ഉയരുവാൻ കഴിയുകയില്ല എന്നത്രേ അതിൻ്റെ അർത്ഥം. നാം പൂർണ്ണരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളും പൂർണ്ണരല്ല. അതുകൊണ്ട് വിശ്വാസത്താൽ നാം ദൈവസന്നിധിയിൽ വരേണ്ടത് ആവശ്യമാകും. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ന്യായപ്രമാണത്തെക്കാൾ ഉന്നതമായ നിലയിൽ നാം ജീവിതം നയിക്കേണ്ടത് ആവശ്യമാകുന്നു. നമ്മിൽ ആത്മാവിൻ്റെ ഫലം, അതായത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇവ ഉണ്ടായിരിക്കേണ്ടതാണ്. കൃപയുടെ ശിക്ഷണവും നടത്തിപ്പും നമുക്ക് ദൈവം തരുന്നു. ഭാഗ്യവാനായ മനുഷ്യൻ്റെ സന്തോഷം അല്ലെങ്കിൽ അവൻ്റെ പ്രമോദം, അവൻ്റെ രസം യഹോവയുടെ ന്യായപ്രമാണത്തിലാണ്. അവൻ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നു. ധ്യാനിക്കുക എന്നത് ആലങ്കാരികമായ പ്രയോഗമാകുന്നു. പശു അയവിറക്കുന്ന പ്രവൃത്തിയെ ചിത്രീകരിക്കുന്ന ഒരു വാക്കാണ് ധ്യാനിക്കുക എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രാവിലെ ദിവസത്തിൻ്റെ തണുപ്പ് സമയം പശു പുല്ലുമേയുവാൻ പോകുന്നു. എന്നിട്ട് ഉച്ചസമയം സൂര്യൻ്റെ ചൂട് വർദ്ധിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ തണലിൽ കിടന്ന് അതിൻ്റെ ആഹാരം വീണ്ടും അയവിറക്കുന്നു. രാവിലെ സമയം അകത്താക്കിയ ആഹാരം വീണ്ടും ചവച്ചരയ്ക്കുന്നു. അതായത് വീണ്ടും അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നർത്ഥം. ധ്യാനിക്കുമ്പോൾ നാം അതാണ് ചെയ്യുന്നത്. നാം വായിച്ച കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കുന്നു. അതേ സുഹൃത്തെ, ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ തിരുവചന ധ്യാനം എത്രമാത്രം ആവശ്യമായിരിക്കുന്നു എന്ന കാര്യം നാം ഓർക്കണം. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. നാം എന്താകുന്നു എന്ന് ഉള്ള അവസ്ഥയിൽ നമുക്ക് കാണിച്ചു തരുന്ന കണ്ണാടിയാണ് ദൈവവചനം. അത് നാം ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നതിന് നാം അനുവദിച്ചു കൊടുക്കേണ്ടത് ആവശ്യമത്രേ. നിർബന്ധത്താലല്ല. അത് നമ്മുടെ രസമാകുന്നു, പ്രമോദമാകും, സന്തോഷമാകും. അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതായത് ഭാഗ്യവാനായ മനുഷ്യൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കും എന്നർത്ഥം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ആത്മീയമായി നാം വളരുന്നതിനും പുരോഗമിക്കുന്നതിനും ദൈവത്തിൻ്റെ വചനമല്ലാതെ വേറെ യാതൊരു പദ്ധതിയോ പരിപാടിയോ ദൈവം വിശ്വാസികൾക്ക് ഒരുക്കിയിട്ടില്ല എന്ന കാര്യം താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? താങ്കൾ ഒരുപക്ഷെ താങ്കളുടെ സഭാകാര്യങ്ങളിൽ വളരെ അധികം വ്യാപൃതനായിരിക്കാം. എന്നാൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആത്മീയമായി വളരുവാൻ താങ്കൾക്ക് കഴിയുകയില്ല. ദൈവവചനം ധ്യാനിച്ചു വളരുകയാണ് വേണ്ടത്. അതായത് താങ്കളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അത് തീരുവോളം അത് വീണ്ടും വീണ്ടും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നർത്ഥം. സന്തോഷവാനായ ഭാഗ്യവാനായ മനുഷ്യൻ്റെ പരിചയമാണത്. ഭാഗ്യവാൻ സാഹചര്യങ്ങൾക്ക് എടുത്തു കളവാൻ കഴിയാത്ത സന്തോഷം അനുഭവിക്കുന്ന അനുഗ്രഹീതനായിരിക്കും. ദൈവവചനത്തിലൂടെയാണ് അവനത് പ്രാപിക്കുന്നത്. ഇനിയും 3-ാം വാക്യം നോക്കിക്കാട്ട്: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഭാഗ്യവാനായ മനുഷ്യൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്. ഭാഗ്യവാനായ മനുഷ്യൻ നട്ടിരിക്കുകയാണ്. അവന് ധാരാളം വെള്ളം ലഭിക്കുന്നു. അവൻ ഒരു വൃക്ഷമായി തീരുന്നു. ദൈവത്തിൻ്റെ വൃക്ഷങ്ങൾ നട്ടിരിക്കുന്ന വൃക്ഷങ്ങളാണ്. അവ ഒരു വിധത്തിലും വനത്തിൽ തനിയെ വളരുന്ന വൃക്ഷം പോലെ അല്ല. അത് വീണ്ടും ജനനത്തെ ചിത്രീകരിക്കുന്നു എന്നത്രേ എൻ്റെ വിശ്വാസം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: സിയോനിലെ
ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയെന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. നോക്കണേ, വനത്തിലെ വൃക്ഷങ്ങളെ ദൈവം ഉപയോഗിക്കുന്നില്ല. ദൈവത്തിൻ്റെ വൃക്ഷങ്ങൾ വീണ്ടും വളർന്നു. ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്നെടുത്തിട്ട് വീണ്ടും അവിടെ നട്ടു വളർത്തും. വെള്ളമുള്ള നദിക്കരികെ നട്ടിരിക്കുന്ന വൃക്ഷങ്ങളാണ്. എന്താണ് ഈ 6 ആറ്റരികം എന്ന് പറഞ്ഞിരിക്കുന്നത്? വെള്ളമുള്ള നദി ദൈവവചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. യെശയ്യാപ്രവചനം 55 10 11 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ വായിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. മഴ പോലെ തൻ്റെ വചനം ഇറങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനം നാം എല്ലായിടത്തും അറിയിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഫലം എന്താണ്? വൃക്ഷങ്ങൾ വളരുവാനിടയാകുന്നു. ജലം ആഹാരമാണ്. വളരുവാൻ നമ്മെ അത് സഹായിക്കുന്നു. അത് ശുദ്ധീകരിക്കുന്നതാണ്. ദൈവവചനമാകുന്ന ജലത്താലുള്ള കഴുകലിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 104 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു, യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. ദൈവം നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾ ദൈവവചനത്തിൽ തൃപ്തി പ്രാപിക്കുന്നു. ഭാഗ്യവാനായ മനുഷ്യനെക്കുറിച്ചാണല്ലോ ഇവിടെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. യിരെമ്യാപ്രവചനം 17 അധ്യായത്തിൻ്റെ 7 8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം തക്ക കാലത്ത് ഫലം കായ്ക്കും. ദൈവത്തിൻ്റെ വൃക്ഷം എല്ലാ കാലത്തും ഫലം കായ്ക്കുകയില്ല എന്ന കാര്യം ശ്രദ്ധേയമത്രേ. അവയുടെ തക്ക കാലത്ത് ഫലം കായ്ക്കും. അതിനുള്ള ശക്തി ദൈവവചനത്തിലാണ്. ഒരു വിശ്വാസിയുടെ പ്രഥമമായ ജോലി ആത്മാക്കളെ നേടുക എന്നുള്ളതാകുന്നു എന്ന് അനേകർ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ അതിനോട് പൂർണ്ണമായി യോജിക്കുവാൻ കഴിയുകയില്ല. അത് അതിൻ്റേതായ വശത്ത് ഞാൻ സമ്മതിക്കുന്നു. ദൈവവചനം അങ്ങനെ പൂർണ്ണമായി പഠിപ്പിക്കുന്നില്ല എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നു. 2 കൊരിന്ത്യർ 2:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? ഞാൻ ഇതിന് പ്രാപ്തനല്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ദൈവവചനം അറിയിക്കേണ്ടതാണ്. അതിനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടത് എന്ന്. ആത്മാക്കളെ നേടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വേലയാണ്. ഞങ്ങൾ ജീവസന്ദേശം പരിപാടി പഠിപ്പിക്കുമ്പോൾ അനേക ക്രിസ്തുവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നാം ദൈവവചനം അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആത്മാക്കളെ നേടുന്നത് പരിശുദ്ധാത്മാവും അവൻ്റെ പ്രവർത്തനവുമാണ്. ദൈവവചനം പ്രസ്താവിക്കുവാൻ നാം തയ്യാറാവുമ്പോൾ ദൈവം നമ്മെ ജയോത്സവമായി നടത്തുകയും ചെയ്യുന്നു. ആരും തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് ചിന്തിക്കുക. അപ്പോൾ നാം രക്ഷിക്കപ്പെടുന്നവർക്ക് ജീവങ്കിലേക്കുള്ള വാസനയും നശിക്കുന്നവരുടെ ഇടയിൽ മരണത്തിങ്കിലേക്കുള്ള വാസനയുമായി തീരുകയാണ് ചെയ്യുന്നത്. ദൈവവചനം താങ്കൾക്ക് തരിക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതിനെ സ്വീകരിക്കുകയോ ത്യജിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യവും. നിങ്ങൾക്ക് സുവിശേഷം കേൾക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുവാൻ ഒരിക്കലും സാധിക്കില്ല. വീണ്ടും നാം വായിച്ചത് അതിൻ്റെ ഇല വാടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇല വിശ്വാസികളുടെ ബാഹ്യമായ സാക്ഷ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വൃക്ഷങ്ങൾ എല്ലായ്പ്പോഴും പച്ചയായിരിക്കും. അവ ഒരിക്കലും തങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുകയില്ല. നാം എല്ലായ്പ്പോഴും ഇല വാടാത്ത സാക്ഷ്യം കൊടുക്കുന്ന വൃക്ഷങ്ങളായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുവാൻ കഴിയുന്ന ബാഹ്യമായ സാക്ഷ്യമത്രേ ഇത് സൂചിപ്പിക്കുന്നത്.
ദൈവമക്കൾ എല്ലായ്പ്പോഴും ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് വിശ്വാസികൾക്ക് അനുഗ്രഹങ്ങൾ ഭൗതിക അനുഗ്രഹങ്ങളല്ല വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഭൗതിക അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതിൽ അധികമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ദൈവത്തെ കൂടുതൽ സ്തുതിക്കുവാൻ കഴിയും. ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവത്തോട് ചേർത്തുള്ള നടപ്പിന് ഇടയാകുന്നു എങ്കിൽ വളരെ നല്ലത് തന്നെ. പൂജ്യത്തിന് തനിയെ വിലയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അത് ഒരു സംഖ്യയ്ക്ക് ശേഷം വരുമ്പോൾ അതിന് വലിയ വിലയുണ്ടാകുന്നില്ലേ? 4ഉം 5ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. 2 മനുഷ്യർ, 2 വഴികൾ, 2 അന്ത്യം. ഒന്ന് മരണത്തിലേക്ക് നയിക്കുന്ന വഴി, മറ്റേത് ജീവങ്കിലേക്ക് നടത്തുന്നു. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് ദൈവം പറയുന്നു. എന്നാൽ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ പുതിയ തലമുറയുടെ ചിന്താഗതികൾ അനുസരിച്ച് ദൈവവചനത്തിന് മാറ്റമില്ല എന്ന് നാം ഓർക്കണം. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദുഷ്ടന്മാർ നശിച്ചു പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അതെ, അന്ത്യത്തെ കാണിക്കുന്ന വാക്കാണിത്. ഭാഗ്യവാനായ മനുഷ്യൻ്റെ എത്ര മനോഹരവും മഹത്വകരവുമായ ചിത്രമാണ് ഈ 1-ാം സങ്കീർത്തനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. രംഗം അവസാനിക്കുന്നത് ഒരു കൊയ്ത്തിൻ്റെ ചിത്രത്തോടെയാണ്. ദൈവം അറിയാത്ത ഒരു വഴിയും നീതിമാന്മാർക്കില്ല. അവർ ദൈവത്തിൻ്റെ നിരന്തരമായ പരിപാലനത്തിലാണ്. അവരുടെ ശരീരത്തിനും ആത്മാവിനും വേണ്ടത് അവൻ കരുതുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദുഷ്ടൻ നശിക്കുമെന്ന് മാത്രമല്ല, അവൻ്റെ വഴിയും നശിക്കും. ദുഷ്ടൻ നശിക്കും എന്ന് മാത്രമല്ല, അവൻ്റെ വഴിയും നശിക്കും എന്നാണ് നാം കേട്ടത്. നിലനിൽക്കുന്നത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതങ്ങളാണ്. ഇത് വളരെ നിഷ്പക്ഷമായി നാം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അല്ലാതെ ഇതൊരു മതത്തിൻ്റെ പഠിപ്പീരോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രമോ ഒന്നുമല്ല. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതങ്ങളാണ് നിലനിൽക്കുന്നത്, ഭാഗ്യമുള്ളത്, സന്തോഷമായിരിക്കുന്നത്. അതാണ് നാം 1-ാം സങ്കീർത്തനത്തിൻ്റെ പഠനത്തിലൂടെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കട്ടെ. കേട്ടു മറക്കുകയല്ല, ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ, പ്രത്യേകിച്ച് ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും നിങ്ങൾ സമയം കണ്ടെത്തിക്കാട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.